നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. എച്ചിപ്പാറ ST കോളനിയിൽ RCC പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെയും ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSF വരന്തരപ്പള്ളി സെക്ടർ 31ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം എച്ചിപ്പാറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി, ശില്പ ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്കായി തുറക്കും. മലാല ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര വിദ്യാഭവൻ A+ സെന്ററിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എച്ചിപ്പാറ ST കോളനിയിൽ RCC പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ എച്ചിപ്പാറ സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലവും റോഡും നിർമ്മിച്ചത്. ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചാലിയത്തൊടി, CPM ലോക്കൽ കമ്മിറ്റി അംഗം CM മുസ്തഫ, EK സദാശിവൻ എന്നിവർ പ്രസംഗിച്ചു. എച്ചിപ്പാറയിലെ ഈ ട്രൈബൽ മേഖലയിൽ വളരെ ദുഷ്കരമായിരുന്ന ഒരു റോഡും മുറിച്ച് കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പാലവും ആയിരുന്നു പഴയകാലത്തുണ്ടായിരുന്നത്. ഈ പ്രദേശത്തെ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു നല്ല റോഡും നല്ല ഒരു പാലം എന്നുള്ളത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ ST കോളനി സമഗ്ര വികസനത്തിന് 10 ലക്ഷം തുക വകയിരുത്തിക്കൊണ്ട് ഇന്ന് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. സാഹിത്യോത്സവം നമ്മള് ഇതിൽ മാത്രം ആയി ഒതുങ്ങി നിൽക്കരുത്. ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിനിടയിൽ വരുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളിലും നമ്മുടെ തനത് രൂപങ്ങൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡിവിഷന് കൂടി ഉൾപ്പെടുന്ന ഈ പ്രദേശം അദ്ദേഹത്തിന്റെയും ഈ വാർഡ് മെമ്പറുടെയും വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി വളരെ കാലമായി ഇവിടുത്തെ ഒരു പാലം എന്ന ജനങ്ങളുടെ ആവശ്യം ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെയും ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏകലവ്യ കലാ കായിക സമിതിയുടെ പുതിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി TG അജോ, പഞ്ചായത്ത് അംഗം CD സിബി, ഒയാസിസ് ക്ലബ്ബ് പ്രസിഡന്റ് KL ജോസ്, ഉണ്ണികൃഷ്ണൻ, ക്യാമ്പ് കോർഡിനേറ്റർ സജീവ് കുമാർ, MK ജോർജ്, TC ഷജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഒരു പ്രവർത്തന മേഖലയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമാണ്. അപ്പോൾ കൊടകരയിൽ നല്ല രീതിയിൽ ആംബുലൻസ് സർവീസ് നടത്തുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് ഏകലവ്യ. SSF വരന്തരപ്പള്ളി സെക്ടർ 31ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം എച്ചിപ്പാറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി സെക്ടർ പ്രസിഡന്റ് ജുനൈദ് അദനി അധ്യക്ഷത വഹിച്ചു. നൌഷാദ് സഖാഫി, നാഫിഖ് കാരികുളം, വർഗീസ് ആന്റണി, മുഹസിൻ റബ്ബാനി, അഷ്റഫ് ചാലിയത്തൊടി, സ്വാദിഖ് മറ്റത്തൂർ, ഫൈസൽ ഇബ്രാഹിം, PM അയൂബ്, ലത്തീഫ് വരിക്കോട്ടിൽ, ഷൗക്കത്ത് അലി ബൗഖഫി, ഷിഹാബ് വേലിപ്പാടം, ഷാഫി അദനി, ഷിഹാബ് സഖാഫി, TB ആഷിൽ, MM ഫാരിസ്, സ്വാലിഹ് പുലിക്കണ്ണി എന്നിവർ പ്രസംഗിച്ചു. ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി, ശില്പ ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്കായി തുറക്കും. സ്നേഹം എന്ന തീമിനെ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ കലാ മ്യൂസിയമാണ് സ്നേഹ മ്യൂസിയമായി കൊടകരയിൽ ദേശീയ പാതയോരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്.
മനുഷ്യ വികാരങ്ങളിൽ ഏറ്റവും ഉദാത്തമായ സ്നേഹത്തിന്റെ കലാത്മകമായ അവതരണത്തിലൂടെ മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള സ്നേഹബന്ധം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മ്യൂസിയം ആരംഭിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ട്, ആ ഒരു മനുഷ്യ വികാരത്തിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിയം ഇന്ത്യയിലില്ല. അങ്ങനെ സ്നേഹത്തിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ അടുത്ത ആഴ്ചയിൽ കൊടകരയിൽ, തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ തുറക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത കലകൾ മുതൽ വിവിധ ലോകരാജ്യങ്ങളിലെ കലാകാരന്മാർ സ്നേഹത്തിൽ അധിഷ്ഠിതമായി സൃഷ്ടിച്ച 250ഓളം ചിത്രങ്ങൾ, ശില്പങ്ങൾ, സാഹിത്യകൃതികൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും ലോക സംസ്കാരങ്ങളിലെ സ്നേഹദൈവങ്ങൾ, പുരാണങ്ങളിലെ പ്രണയികൾ തുടങ്ങിയ പഠനാർഹമായ പ്രദർശന വസ്തുക്കളും സമൂഹത്തിലെ എല്ലാവർക്കും ആസ്വാദ്യമാകുന്ന രീതിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ഹെർബർട്ട് ആഷർമാൻ, വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ എന്നിവരുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. ചൊവ്വ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ പ്രവേശന പാസ് ഉപയോഗിച്ച് പൊതുജനങ്ങൾക്ക് മ്യൂസിയം കാണാനാകും. തിങ്കളാഴ്ചകളിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഫോട്ടോഗ്രാഫറും ചിത്രകാരനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സീനിയർ ഫെല്ലോയുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ് മ്യൂസിയം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. പുതുപുത്തൻ വസ്ത്രങ്ങളുമായി മന്ദാരം ടെക്സ്റ്റൈൽസ് കല്ലൂർ മാവിൻചുവടിൽ പ്രവർത്തനം ആരംഭിച്ചു. മാവിൻചുവട് പുതിയ മാസ് ആർക്കേഡിലാണ് മന്ദാരം ടെക്സ്റ്റൈൽസ് ആരംഭിച്ചിരിക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരനും 13ാം വാർഡംഗം ജിഷ ഡേവിസും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. 12ാം വാർഡംഗം സൈമൺ നമ്പാടൻ, 9ാം വാർഡംഗം ലിൻഡോ തോമസ് എന്നിവർ സന്നിഹിതരായി. സുജ സുകുമാരൻ, ദീപ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സാരികൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ, ബ്ലൗസ് പീസുകൾ, ഇന്നർ വെയറുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ഡ്രസ്സുകൾ തുടങ്ങി എല്ലാ തരം തുണിത്തരങ്ങളും ഇവിടെ ലഭ്യമാണ്. മിതമായ നിരക്കിൽ മികച്ച ഗുണമേന്മ ഉറപ്പു നൽകുന്നു. നമ്മുടെ മാവിൻചോട് പച്ചളിപ്പുറത്തേക്ക് തിരിയുന്ന വഴിയിൽ നമ്മുടെ പുതിയൊരു മന്ദാരം തുണിക്കട ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ഓണക്കാലമായി നമുക്ക് തുണികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എത്താവുന്ന തരത്തിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു കടയാണ്. എല്ലാവരും സഹകരിച്ച് നല്ലൊരു വിജയത്തിലേക്ക് ചേരുവാൻ വേണ്ടി ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ വാർഡിൽ ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. മന്ദാരം എന്ന പേര് പോലെ തന്നെ മന്ദാരം വിരിയുന്ന പോലെ വിരിയട്ടെ എന്ന് മാത്രം ആശംസയോട് നിർത്തുന്നു. ഏതു ബജറ്റിനും ഇണങ്ങിയ കംപ്ലീറ്റ് ഫാമിലി ടെക്സ്റ്റൈൽസ് സന്ദർശിക്കുക. മന്ദാരൻ ടെക്സ്റ്റൈൽസ്, മാസ് ആർക്കേഡ്, കല്ലൂർ, മാവിൻചുവട്. ഫോൺ നമ്പർ 9074262516. മലാല ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര വിദ്യാഭവൻ A+ സെന്ററിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഡയറക്ടർ K. ദിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളിൽ ഉണ്ടാകാനിടയുള്ള സ്വഭാവ വൈകല്യങ്ങളെ കണ്ടെത്തി സ്വയം തിരുത്തുവാനുള്ള ആർജവം ഓരോ വിദ്യാർത്ഥിയും കാണിക്കണമെന്നും സമൂഹ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം വാർത്തെടുക്കപ്പെടുന്നത് വിദ്യാർത്ഥികളിലൂടെയാണെന്നും മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും കാത്തുസൂക്ഷിക്കാൻ ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേത്രി
മലാല യൂസഫ് സായി പുസ്തകവും പേനയും ആയുധമാക്കാൻ ആവശ്യപ്പെട്ടത് വായനയുടെയും എഴുത്തിന്റെയും പ്രസക്തി വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താനാണെന്നും ക്രിയാത്മകമായി എഴുത്തിലൂടെയും വായനയിലൂടെയും നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികളെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അധ്യാപകരായ ഹെലൻ, സൂര്യഗായത്രി, അമൃത, ജസ്നിയ എന്നിവർ പ്രസംഗിച്ചു. സെമിനാറിന് ശേഷം മലാല ദിനത്തിന്റെ ഭാഗമായി പുസ്തകവും പേനയും കൈകളിലേന്തി വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. സ്കൂൾ അക്കാദമി കോർഡിനേറ്റർ KD അപ്പച്ചൻ, അധ്യാപിക അപർണ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളായ വിശ്വാനന്ദ്, ആദിത്യൻ, ഹന്ന, അമീഷ, ദേവനന്ദ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, സ്ഥിരം സമിതി അധ്യക്ഷ സജിത രാജീവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷൈബി സജി, ഡയറക്ടർ ബോർഡ് അംഗം ബിന്ദു ശിവദാസ്, സെക്രട്ടറി KR രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ ചുക്കിരിക്കുന്നിൽ 25ഓളം പേർ BJP-യിൽ ചേർന്നു. BJP ആമ്പലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ് ഷാളണിയിച്ച് സ്വീകരിച്ചു. ബാബു കാളക്കല്ല് അധ്യക്ഷത വഹിച്ചു. സന്ദീപ് ആമ്പലൂർ, പ്രജോഷ് കീളാത്ത്, ഉണ്ണികൃഷ്ണൻ പയ്യാക്കര, മനോജ് പാലക്കുന്ന് എന്നിവർ പ്രസംഗിച്ചു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് മുമ്പുള്ള ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന തൃക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണം നടന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പൂർവ്വ വിദ്യാർത്ഥി KR ചന്ദ്രന് ആദ്യത്തെ മെമ്പർഷിപ്പ് നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MS ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തിയാണ് ശ്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ട് തകർത്തായി കണ്ടത്. 2 ഭണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറും തകർത്തിട്ടുണ്ട്. തിടപ്പള്ളിയിൽ പേഴ്സിൽ സൂക്ഷിച്ച ചെറിയ തുകയും ഭണ്ഡാരങ്ങളിലുള്ള ചെറിയ തുകകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്ന 16,000 രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടില്ല. മോഷ്ടാക്കൾ മോഷണത്തിന് ശേഷം വന്ന വഴികളിലെല്ലാം മുളകുപൊടി വിതറിയിട്ടുണ്ട്. 4 ഓടുകളും തിടപ്പള്ളിയുടെ ഒരു പലകയും ഇളക്കിയ നിലയിലാണ്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയാലേ മോഷ്ടാക്കളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നതായിട്ടാണ് ഇന്ന് ക്ഷേത്രം തുറന്ന മേൽശാന്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന അവസ്ഥയിലാണ്. ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഒരു 16,000 രൂപ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് ക്ഷേത്രം ജീവനക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോയതിനാൽ വലിയ കാര്യമായിട്ടുള്ള ധനനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പുതുക്കാട് കൃഷിയിടത്തിൽ നിന്ന് 56 കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്ത് കർഷകർ. പുതുക്കാട് കൃഷിയിടത്തിൽ നിന്ന് 56 കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്ത് കർഷകൻ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കപ്പ കൃഷി നടത്തിയ കല്ലൂർ ഭരത സ്വദേശി കുഴിക്കണ്ടത്തിൽ ജോർജിനാണ് ഒരു കടയിൽ നിന്ന് ഭീമൻ കപ്പ ലഭിച്ചത്. 4 പേർ ചേർന്നാണ് ഈ കപ്പ പുറത്തെടുത്തത്. 35 കിലോയിലധികമാണ് മറ്റുള്ള ഓരോ കടയിലുമുള്ള വിളവ്. 2 ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി നടത്തിയത്. യാതൊരുവിധ വളവും കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ലെന്നും പറമ്പിലെ മുറിച്ചു മാറ്റിയ റബ്ബർ കുഴികളിലാണ് കപ്പ കൃഷി നടത്തിയതെന്നും ജോർജ് പറഞ്ഞു. ഈ കപ്പ പുള്ളി ഇത് മംഗലാപുരത്തു നിന്ന് കൊണ്ടുവന്ന് നട്ട പുള്ളിത്തണ്ടാണ്. ഇത് യാതൊരുവിധ വളവും ചെയ്യാത്ത പുള്ളിയാണ്. ഇത് ഒരു പറമ്പിൽ റബ്ബർ റീപ്ലാന്റ് ചെയ്യാനായിട്ട് മണ്ണിളക്കിയിട്ട് ഹിറ്റാച്ചി കൊണ്ട് മണ്ണിളക്കിയിട്ട് ഞാൻ പുതുക്കാട് ആട്ടോക്കാരൻ ജോർജിൻ്റെ പറമ്പിൽ വെച്ച പുള്ളിയാണ്. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹരിത സമേതം പദ്ധതിയുടെ ഭാഗമായി വിത്തുപന്തുകൾ നിർമ്മിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് 175ഓളം വിത്തുപന്തുകളാണ് തയ്യാറാക്കിയത്. പുളി, ഇലഞ്ഞി, മാങ്ങ, ചക്ക, ഞാവൽ, അടയ്ക്ക എന്നിവയുടെ വിത്തുകളാണ് പന്തുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. കുറുമാലിപ്പുഴയുടെ തീരത്തുള്ള തരിശുഭൂമിയിൽ വിത്തുപന്തേറ് നടത്തി. PTA പ്രസിഡന്റ് PP ആൻഡു ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക VA ശ്രീജയ, PTA അംഗം ഹരി KS, MPTA വൈസ് പ്രസിഡന്റ് ബിന്ദു മുരുകൻ എന്നിവർ സന്നിഹിതരായി. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത സമേതം വിത്തുപന്തിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിത്തുപന്തുകൾ പറമ്പുകളിലേക്ക് എറിഞ്ഞു. LKG മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു.
പേര, ചാമ്പ, തേക്ക്, കണിക്കൊന്ന, ഞാവൽ എന്നീ മരങ്ങളുടെ വിത്തുകളാണ് സീഡ് ബോംബിങ്ങിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നത്. പ്രധാനാധ്യാപിക സിനി എം കുര്യാക്കോസ്, അധ്യാപകരായ മഞ്ജുഷ മാത്യു, ടി പുഷ്പ, ടി ജി രേഖ, എം ബി സജീഷ്, പി ബി ബിനി എന്നിവർ നേതൃത്വം നൽകി. BMS പുതുക്കാട് മേഖല പ്രവാസ യോജനയുടെ ഭാഗമായി KC ഡിസ്റ്റിലറി പുതുക്കാട് യൂണിറ്റ് കുടുംബസംഗമവും സേവാനിധി സമർപ്പണവും നടത്തി. BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമിതി അംഗം P ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, KC ഷീല, ജാൻസി, KC തനൂജ, MT ബിനു എന്നിവർ പ്രസംഗിച്ചു. എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. ഒരുമനയൂർ നോർത്ത് പൊയ്യയിൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിക്കുന്ന കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിന്റെ മകൻ 31 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിട്ടുമാറാത്ത പനി മൂലം ഒരാഴ്ച മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത്. വൃക്കയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. ജിജയാണ് അമ്മ. പ്രജീഷ, പ്രേംജിത്ത് എന്നിവർ സഹോദരങ്ങളാണ്. പെരിഞ്ഞനത്ത് ബൈക്കിന്റെ ചക്രത്തിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മതിലകം കളരിപ്പറമ്പ് സ്വദേശി സുനിലിന്റെ ഭാര്യ 55 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. ജൂലൈ 9 പെരിഞ്ഞനം കപ്പേളയ്ക്കടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. മകനോടൊപ്പം ബൈക്കിൽ പോകവേ പിന്നിൽ ഇരുന്നിരുന്ന നളിനിയുടെ സാരി ബൈക്കിന്റെ ചക്രത്തിൽ ചുറ്റിപ്പിടിച്ചാണ് അപകടമുണ്ടായത്. റോഡിലേക്ക് തെറിച്ചു വീണ ഇവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ചികിത്സയിലിരിക്കെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 5 മുതൽ ക്ഷേത്ര ചടങ്ങുകളും 10 രുദ്രാഭിഷേകം, 11:30 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഞായറാഴ്ച വൈകിട്ട് 7 ആദരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ രാമായണ മാസാചരണത്തിന് തുടക്കമാകും. എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം, ത്രികാല പൂജ, വൈകിട്ട് നിറമാല, ഭഗവതി സേവ എന്നിവ നടക്കും. ചതുർ ഹോമങ്ങളും ഉണ്ടാകും. കർക്കിടക വാവ് ദിവസം പിതൃബലിക്കുള്ള സൗകര്യവും, കർക്കിടകത്തിലെ ആദ്യ 7 ദിവസം രാമായണ പാരായണവും, ചിങ്ങമാസം 1 കളഭവും നടക്കും. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഹെവി ഡ്യൂട്ടി ഡ്രൈവറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ കുറഞ്ഞത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. HGV ആൻഡ് HPV സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന. പ്രായപരിധി 18നും 58നും ഇടയിൽ. താൽപ്പര്യമുള്ളവർ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെയും ലൈസൻസിന്റെയും പ്രവൃത്തി പരിചയത്തിന്റെയും അസലും പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ഈ മാസം 17 രാവിലെ 11 മുളങ്കുന്നത്തുകാവിലുള്ള നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പാളുടെ കാര്യാലയത്തിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 048722080205. അടുത്ത നമ്പർ 048722013666. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ. മണ്ണമ്പേട്ട തൊഴുത്തുവളപ്പിൽ ശങ്കരൻ ഭാര്യ മണി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രിയ, പ്രവീൺ എന്നിവർ മക്കളും ബാബു, രമ്യ എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി ഉളുമ്പത്തുംകുന്ന് തെക്കൂട്ട് മോഹനൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷയാണ് ഭാര്യ. ഗിരീഷ്, സുജീഷ് എന്നിവർ മക്കളും ശ്രുതി, നീതു എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ പൊഴോലിപ്പറമ്പിൽ ചാക്കുണ്ണി ഭാര്യ അമ്മിണി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടമ്പോട് ALP സ്കൂളിന് സമീപം കണ്ടേടത്ത് വീട്ടിൽ ശങ്കരൻകുട്ടി അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. ഹേമയാണ് ഭാര്യ. ശ്രീദേവി, രാധിക എന്നിവർ മക്കളും വിനോദ്, മജീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. എച്ചിപ്പാറ ST കോളനിയിൽ RCC പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാ കായിക സമിതിയുടെയും ചാലക്കുടി ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSF വരന്തരപ്പള്ളി സെക്ടർ 31ാമത് എഡിഷൻ സാഹിത്യോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം എച്ചിപ്പാറയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു.
ആതുര സേവനത്തോടൊപ്പം ഫോട്ടോഗ്രാഫി, ശില്പ ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിന്റെ പുതിയ സംരംഭമായ ആർട്ട് മ്യൂസിയം ഓഫ് ലവ് കൊടകരയിൽ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്കായി തുറക്കും. മലാല ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര വിദ്യാഭവൻ A+ സെന്ററിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി അർദ്ധദിന സെമിനാർ സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.